പത്തിരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, പാക്കറ്റ് പൊടി, അതെടുത്തിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 4 ഗ്ലാസ്, നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഞാൻ പച്ചരി പൊടിച്ചിട്ട് വറുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അധികം ആക്കി വെക്കൽ. നല്ല ഒരു പാത്രമാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, വില കുറവിന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക, ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കുവേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് പാകത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാക്കറ്റ് പൊടിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം 4 ഗ്ലാസ് പൊടിക്കാൻ 4 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാവേ. അപ്പോൾ ഇതാ ഇതൊന്ന് അധികം തിളയ്ക്കേണ്ട, കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ അത്ര ഒന്നും വേണമെന്നില്ല, ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലോണം വെട്ടി തിളയ്ക്കേണ്ട, ഒന്ന് ഒരു തള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടുള്ളത്. ഇനി ഇത് നല്ലോണം തന്നെ ഈ ഒരു വെള്ളത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ആ ചൂട് തന്നെ ചെയ്തെടുക്കണേ. പിന്നെ ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അത് അധികം തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതൊന്ന് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ ആണ്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 2 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകമാണ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് തേങ്ങൻ്റെ പീര നമ്മൾ ഒഴിവാക്കി കളയും. അപ്പോൾ ഇതിൻ്റെ പാല് മാത്രമാണ് കേട്ടോ എടുക്കുക. അതൊന്ന് അവിടെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയില്ലേ, അത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പാക്കറ്റ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈവച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. ഇത് അധികം പതാകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുഴച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ പീസ് എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയിൽ വേണ്ട കേട്ടോ, കുറച്ചൊരു കട്ടി കുറച്ച രീതിയിലാണ് നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കൈയിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി, എന്നാൽ പിന്നെ കൈമേൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയല്ലേ. ഓരോ ചെറിയ ചെറിയ ബോൾസും എടുത്തിട്ട് ഞാൻ ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇതേപോലെ ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കാം. പത്തിരിപ്പൊടി തന്നെയാണ് കേട്ടോ തൂക്കി കൊടുക്കേണ്ടത്. കുറച്ചൊന്ന് ഹാർഡായിട്ട് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ അതാ എല്ലാ റോളും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാത്തിൻ്റെ മുകളിലായിട്ട് പത്തിരിപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചൊരു ഹാർഡായിട്ട് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ കുറേശ്ശെ പത്തിരിപ്പൊടി എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സാക്കി വിതറി കൊടുക്കുക. എന്നിട്ടൊന്ന് കൈവച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയേ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പി ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ. കാണേണ്ടവർ പോയി കണ്ടു നോക്കട്ടെ, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുക. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കൈ കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക.
ഞാനിവിടെ ഒരു പ്ലേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അടുത്തതും കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ അരച്ചെടുത്ത ആ ഒരു കൂട്ടിലെ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഞാനൊരു 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊടി അളന്ന ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ പൊടിൻ്റെ അകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച അരിൻ്റെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ചോണം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം തിളച്ചോണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. അപ്പോൾ ഇത് ചെറുങ്ങനൊന്ന് അടിഭാഗത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കയ്യിലെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ കുത്തി ഇളക്കണ്ടേ, അപ്പോൾ ഇത് കലങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തിളച്ചതിന് ശേഷമാണ് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ചെറുങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയും മതിയാവും. ഇനി നമ്മളിങ്ങനെ ഇളക്കി കുത്തി കളിക്കണ്ട കേട്ടോ. അതങ്ങനെ തന്നെ അവിടെ നിന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം നല്ലോണം കുറച്ച് നേരം തിളച്ചതിന് ശേഷം നടിഭാഗത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, തിളച്ച് വെന്തതിന് ശേഷമാണ് ഇതിപ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ അകത്ത് സാധാ പത്തിരിപ്പൊടി തന്നെ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ആയി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ തിളപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഒന്ന് തൂമിച്ചൊഴിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണേൻ്റെ അകത്ത് കുറച്ച് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ വെക്കും തോറും ഇങ്ങനെ കട്ടിയായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണേൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ മിക്സാക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ചെറുങ്ങനെ. അപ്പോൾ അത് ഏത് കറിൻ്റെ ഒപ്പരാണ് കേട്ടോ ടേസ്റ്റ്. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയില്ലേ അത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ.